നിരവധി സഖാക്കൾ രക്തസാക്ഷിത്വം വരിച്ചു. അതിൽ KSUവിൻ്റെ ആക്രമണമുണ്ട്, മറ്റ് ചില സംഘടനകൾ SDPI പോലുള്ള ചില തീവ്രവാദ സംഘടനകൾ, അതോടൊപ്പം ചിലയിടത്ത് RSS, നിങ്ങളുടെ SFIയുടെ ജോയിൻറ്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സുധീഷിനെ RSSകാർ വെട്ടിക്കൊലപ്പെടുത്തുന്നത്. അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിലിട്ട് ക്രൂരമായി കൊല ചെയ്യുന്നു. ഇങ്ങനെയെല്ലാമുള്ള ഒട്ടേറെ സംഭവങ്ങൾ നമ്മുടെ കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഒടുവിൽ ധീരജിൻ്റെ രക്തസാക്ഷിത്വം. ഇതിലെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ഘട്ടത്തിലും ഈ അക്രമികളെ തള്ളിപ്പറയാൻ അവരുടെ നേതൃത്വം തയ്യാറായിട്ടില്ല. ഏറ്റവും ഒടുവിൽ ധീരജിനെ കൊലപ്പെടുത്തിയപ്പോൾ ആ കൊലയാളിയെ പച്ചയായി ന്യായീകരിക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തെയാണ് കാണാൻ നമുക്ക് സാധിച്ചത്. ഇത്തരമൊരു സ്ഥിതിവിശേഷം നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളൊന്നും കാണാറില്ല എന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടാകും. SFIക്കാർ ആക്രമിക്കപ്പെട്ടാലോ കൊല ചെയ്യപ്പെട്ടാലോ അതൊന്നും ഒരു പ്രധാന പ്രശ്നമല്ല എന്ന മട്ടിലുള്ള നിലപാടാണ് പൊതുവെ വലതുപക്ഷ മാധ്യമങ്ങൾ സ്വീകരിക്കാറ്. എന്നാൽ അതേസമയം നിങ്ങൾക്ക് നല്ല രീതിയിൽ അഭിമാനിക്കാം. ആ അഭിമാനിക്കാൻ വക നൽകുന്നത് ഇതെല്ലാം നേരിടേണ്ടി വന്നവരാണ് നിങ്ങൾ. എന്നാൽ SFI ഏതെങ്കിലും ഒരാളെ അപായപ്പെടുത്തി എന്ന് പറയാനില്ല. ഒരുപാട് രക്തസാക്ഷിത്വങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു പ്രസ്ഥാനം, ആ പ്രസ്ഥാനം ആരുടെയെങ്കിലും ജീവൻ അപഹരിച്ചു എന്ന ഒരാക്ഷേപം ഇതേവരെ ഉണ്ടായിട്ടില്ല. അത്ര നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകാൻ, അതേ നല്ല സംയമനത്തോടെ ഈ ആക്രമണങ്ങളൊക്കെ നേരിട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയുന്നു എന്നതുകൊണ്ടാണ് ഇത്തരമൊരു സ്ഥിതിവിശേഷം ഉണ്ടായത്. കാരണം അക്രമം ആർക്കും സാധിക്കുന്നതാണ്. ആ വഴിയിലേക്ക് തിരിയാതിരുന്നു എന്നത് ഏറ്റവും അഭിനന്ദനാർഹമായ കാര്യമാണ്. എന്തുകൊണ്ടാണ് ചെറിയ തോതിലുള്ള എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്കെതിരെ, SFIക്കെതിരെ പറയാൻ കിട്ടുകയാണെങ്കിൽ അത് വലുതായി പർവ്വതീകരിച്ച് വാർത്തകൾ കൊടുക്കാൻ വലതുപക്ഷ മാധ്യമങ്ങൾ തയ്യാറാകുന്നത്? അത് പൊതുവായ നിലപാടിൻ്റെ ഭാഗമാണ്. ആ പൊതുവായ നിലപാട് നമ്മുടെ രാജ്യത്ത് ഈ വലതുപക്ഷ മാധ്യമങ്ങൾ സ്വീകരിക്കുന്ന നിലപാട് മെഡിക്കൽ കോളേജിൽ ചോറ് കൊടുക്കേണ്ട പ്രശ്നമാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പോയിട്ട് ചോറ് കൊടുക്കേണ്ട ആളായിരിക്കും, അയാൾ പോയിട്ട് കൊടുത്തോട്ടെ. നമ്മുടെ വലതുപക്ഷ മാധ്യമങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രശ്നം പ്രത്യേക രീതിയിലുള്ളതാണ്. അവർ
വലതുപക്ഷത്തെ ന്യായീകരിക്കുക എന്നുള്ളത് മാത്രമല്ല, രാജ്യത്തിൻ്റെ ഈ തെറ്റായ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവരെ സംരക്ഷിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിനെതിരെ ഏറ്റവും ശക്തമായി പോരാടുന്ന ഒരു സംഘടന എന്ന നിലക്ക് SFIയെ എങ്ങനെയൊക്കെ മോശമാക്കി കാണിക്കാൻ പറ്റും, അതാണ് വലതുപക്ഷ മാധ്യമങ്ങൾ എപ്പോഴും ചെയ്യുന്നത്. അതിലാശ്ചര്യപ്പെടേണ്ടതില്ല. എന്തിനേയും വക്രീകരിക്കാനാണ് ശ്രമിക്കുന്നത് എന്നത് നമ്മുടെ അനുഭവത്തിലുള്ളതാണ്.